പിന്നെ ഞങ്ങളിപ്പോൾ മരുന്നടിച്ച് അവസാന ഘട്ടത്തിലെത്തി നിൽക്കും കേട്ടോ. ഇന്നിപ്പോൾ ലാസ്റ്റത്തെ മരുന്നടിയാണ്. ചില ദിവസങ്ങളിലൊക്കെ മഴ ഞങ്ങൾക്ക് പണിയൊക്കെ തന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മരുന്നടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവസാനത്തെ ദിവസമാണ്. എത്ര ദിവസമായിട്ടെ? മൊത്തം 4-5 ദിവസമായല്ലേ? ഒരാഴ്ച കഴിഞ്ഞു. ഗ്യാപ്പ് കിട്ടുമ്പോൾ അടിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ സൂര്യൻ വേണം. സൂര്യനെ കാണുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. ഇന്നലെ ഇതുപോലെ സൂര്യനെ കണ്ടാണ് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ പടം വാചം അടിച്ചു വന്നാൽ അളവ് തെറ്റിപ്പോവാൻ നോക്കണേ. ഇത് വെള്ളം പിടിച്ചോണ്ടിരിക്കുക. 100 എവിടെയാ? ആയില്ല. ആ മതിയാവുമായിരിക്കും. 100 താഴെ പോരെ? വെള്ളം കൂടുതലല്ലേ? ഇല്ല, 10 ലിറ്ററിന്റെ കുറവല്ലേ ഉള്ളൂ. 10 ലിറ്റർ 10 ലിറ്ററാവുള്ളൂ. അപ്പം നമ്മളെ 100 ലിറ്റർ എന്ന് പറഞ്ഞാൽ അടയാളതല്ലേ? ഇവിടെ ഉള്ളി വരുമ്പോൾ ഇത് വരും ഇല്ലേ? ഇവിടെ വരും. ഓഫാക്കണ്ടേ? മോട്ടർ ഓഫാക്കിട്ട് വരാം. ഇതാണ് പ്രശ്നം. ഇനിയിപ്പോൾ മോട്ടർ ഓഫ് ആക്കണമെങ്കിൽ അങ്ങ് പോകണം. നിനക്ക് എത്തുമോ? ഞാൻ പോവാം. ഇച്ചിരി വെള്ളം പിടിച്ച് വെക്കണം. ഞാൻ കഴുകണേലോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് കുറച്ച് വെള്ളം. ക്ലൗഡി ആയോന്ന് ഇപ്പം താഴെ പോയേനെ. ഓടിവാ ഓടിവാ. ഇപ്പോൾ അടുത്ത് ഇവക്കൊരു പരിപാടി അതാ. ഒരു പണിക്ക് വന്നാൽ വേറെ പണിക്ക് പോകും. ഇവിടെ ഹെൽപ്പറാക്കി കൊണ്ടു നടക്കാനും കൊള്ളില്ല. തപ്പി പെറുക്കാൻ മാത്രം പറ്റും. അതെ കാര്യമുള്ളൂ. ഇവിടെ ചോട്ടിലേ കാണുള്ളൂ, മണ്ടയിലെ കാണിയല്ല. എല്ലാം അതെ പ്രശ്നമുണ്ട്. കൂട്ടാൻ നിന്നെ പഠിപ്പിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടുതലാണ്. അതിനുള്ള വെള്ളം ഒഴിവാക്കണം. എന്നെ എങ്ങനെ ഒഴിവാക്കും? അപ്പോൾ ഡ്രമ്മ് പൊട്ടിക്കും തോന്നുന്നു. പിടുത്തം വിട്ട് പോയാൽ ഇനി മോട്ടർ ഇട്ടുണ്ട് വരും. കുറച്ചുകൂടെ അപ്പൊ ഇതെന്നാ മരുന്ന്? ഇന്നത്തെ എന്നാ മരുന്നെന്ന് പറഞ്ഞു? കഴിഞ്ഞ ദിവസം ഞങ്ങള് മരുന്നടിച്ച് ബ്ലൂ കോപ്പർ ആയിരുന്നേ. ഇന്ന് മോങ്ങാട്ടെ. കഴിഞ്ഞ ദിവസം ബ്ലൂ കോപ്പറാണ്. കോപ്പറോ? അത് തന്നെ. എന്താ സാധനം അടിച്ച്. ഇന്ന് ഞങ്ങള് തുരിശും കക്കയായിട്ട് അടിക്കണേ. അങ്ങനെ തന്നെ അടിച്ചു. എന്തിനാ ഇല കിട്ടുവേ? ഇലയോ? വീട്ടിൽ നിന്ന് ഞങ്ങള് ഇവിടെ നോക്ക് എന്നായിരുന്നു തുരിശ് ലയിപ്പിച്ച് കൊണ്ടുവന്ന. അപ്പം വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോരുമ്പോൾ ഇങ്ങനെ അടിയടി പോയി അങ്ങനെ ഇതേ ഇതായാലും ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഇട്ടാലും ഒഴിക്കല്ലേ. പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇല പറിച്ചിട്ടതാണ്. അപ്പോൾ ഓളം തള്ളി പോയി ഇല. ആദ്യം ഏതാ ഒഴിക്കാൻ ഇടണ്ടേ? ആദ്യം ഇതല്ലേ? അല്ലല്ല, സോറി, കുമ്മായായിരുന്നു. കുമ്മായ ഇമാതിരി ടീമാണ് നമ്മളെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത്. പിന്നെ ഏട്ടൻ എന്തിനാ കൊണ്ടു നടക്കുന്നേ? അയ്യോ, ഈ ബക്കറ്റ് ഇല്ലല്ലോ ഇപ്പം. അങ്ങനെ ഡയറക്റ്റ് അങ്ങ് കിടക്കാം. അതിനകത്ത് പൊടിയൊന്നുമില്ല. ഉണ്ടാ അടി കിടന്നത്. എന്നിട്ട് വേണം പമ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കൂടെ. പമ്പിൻ്റെ അടി കഴിഞ്ഞ ദിവസം കളിക്കിട്ട് എന്നെ കിട്ടേക്ക് കിട്ടിയേ. അടിയിലെത്തുമ്പോഴല്ല, അടി കിട്ടിയല്ലേ ഏട്ടായിക്ക്. അങ്ങ് അടി ലാസ്റ്റ് വരുമ്പോൾ നിന്നോളൂ. പിന്നെന്താ ഉണ്ടാക്കാം? നമുക്ക് ഈ വെള്ളം മാറ്റിയാം. ആരെല്ലാം ഫുള്ളല്ലേ? ഫുള്ളില്ല, ഒറ്റക്കൂട്ടല്ലേ? ഫുള്ള് തട്ടി. അപ്പോൾ കുമ്മായി ഇട്ടുകൊണ്ടിരിക്കുന്ന ഭാഗം. ഇത് കുമ്മായി ഇപ്പം ഇങ്ങനെ കേട്ടോ വരുന്നത്. ഈ കുമ്മായം പൊടിയാണ്. തുരിശിൻ്റെ അതേ കമ്പനി കിട്ടും. നല്ല അടിപൊളി പൊടിയായിട്ട് വേണം സാധനം തോന്നും. തിളയ്ക്കുന്നുണ്ടോ? കുമ്മായി ഇന്നലെ ഞാൻ ഇട്ടപ്പോൾ തിളച്ചായിരുന്നു. ഇത് വെള്ളം തിളയ്ക്കുന്നതാണ് തോന്നി കാണുന്നത്. ഇത് വെള്ളം കൂടുതലല്ലേ? അതുകൊണ്ടായിരിക്കും. വണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ കവർ എടുത്ത്. അതേതാ കമ്പനി? ഇത് പേരെന്നാണെന്ന് അറിയോ? മതി, പറപ്പിക്കണ്ട. ഏതാ കമ്പനിയോ? നില ഇത് തന്നെ കേട്ടോ. ഇത് ഈ കമ്പനി തന്നെയാണ് തുരിശു. അപ്പോൾ എന്നിട്ട് വേണം പൊള്ളാൻ. ഇതിനാ വടി കൊണ്ട് ചെയ്യുന്നത്. അതേ വടി. കുമ്മായ വെക്കട്ടെ. നമുക്കിത് അരിച്ചു വയ്ക്കാം. എൻ്റെ ഇവിടെ ഒരു തുണി ഇവിടെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ തുണി അരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് പമ്പിൻ്റെ ഉള്ളിൽ കൊടുക്കും. പിന്നെ നമ്മളത് ബ്ലോക്ക് ആവും. പിന്നെ അതായിരിക്കും അപ്പോൾ അത് ഇരട്ടിപ്പണിയായി. എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം അരിച്ചൊടിക്കുന്നത്. ഇതിനകത്ത് കരടൊക്കെ ഉണ്ടെങ്കിൽ പമ്പിനകത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് ഈ പമ്പിൻ്റെ സ്പ്രേ വരുന്ന സ്ഥലമില്ലേ, അവിടെ വന്ന് താങ്ങി നമുക്ക് സമയം നഷ്ടമാകും. പിന്നെ അവിടെ അഴിക്കണം. പിന്നെ നമ്മൾ മരുന്നകത്ത് കുളിക്കണം. അത് അഴിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കുറേ മരുന്ന് വേസ്റ്റ് ആയിപ്പോൾ നമ്മൾ അഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര റിസ്ക്കാ, ടൈം പോക്കാം. അപ്പോൾ ഇത് ഇച്ചിരി അരിച്ച് വൃത്തിയാക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തോ ഒരു വേസ്റ്റ് ഉണ്ടാവും എന്നറിയാം. കമ്പനിയുടെ കക്ക നല്ലതാണോ മോശമാണോ ഇപ്പം അറിയാം. ആ സൈഡിൽ പിടിക്കുമോ? നീ പിടിക്കണം. അങ്ങനെ പിടിക്കുക. അവിടെ ചാരി വഴി ഇങ്ങോട്ട് പിടിച്ചു പിടിക്കുക. അവിടെ ചാരി വഴി
ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിടിക്കാൻ ആളില്ല. അതൊന്നുമല്ല, ഈ കൊച്ചു ശരിയല്ല. എന്താ പാലൊന്നും വിചാരിച്ചൊക്കെ എടുത്തോ. ഉമ്മയ ഞാൻ കക്ക നീട്ടിയതാ. നമ്മൾ വെള്ളത്തിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ട്. എന്തോ വലിയ കല്ലൊക്കെ ഉണ്ട്. അത് വഴി ഇട്ടപ്പോൾ മറ്റൊരു വഴിയാണ്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് എറിഞ്ഞു പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഞാൻ എറിഞ്ഞൊന്നുമില്ല, ഞാൻ കൊണ്ട് ഇട്ടു. ഇത്രയ്ക്കും നൈസ് കവറാന്ന് ഞാൻ വിചാരിച്ചില്ല. ഇച്ചിരി വെള്ളം, ആ മണ്ണൊക്കെയാണ് കാണുന്നത്. ഇച്ചിരി വെള്ളം അപ്പം ഈ സൈഡിലേക്ക് മാറ്റിക്കേ. എന്നിട്ട് ആ ബക്കറ്റ് ഇച്ചിരി വെള്ളം അങ്ങോട്ട് പോയി വെച്ചേ. എന്തിനാ ആ ബക്കറ്റിലുള്ള അതില്ല, ആ എടുക്കല്ലേ, ഇനി ഉണ്ട്. അത് പറഞ്ഞാൽ അരിച്ചൊഴിക്കാമല്ല, കുമ്മായം തകയല്ല. അല്ല അവസാനം ഒഴിക്കാം. അത് അവസാനം ഒഴിക്കാം. അതിനറിയോ ബക്കറ്റിന് ചോട്ടി മണ്ണുണ്ട്. എന്നിട്ടും കണ്ടോ കരടുണ്ട് കേട്ടോ. അത് ആദ്യമായിരുന്നു കണ്ടോ, ഇതിനകത്ത് ഇനി എന്നെ ഒഴിക്കേണ്ട സ്നാ. അത് അവിടെ വെക്ക്, കയ്യലാക്കല്ലേ. കൈ പൊള്ളൂന്ന് പറഞ്ഞു. കുമ്മായവാ. അവിടെ ഇവിടെ തുണിയെ വെക്കത്, നിലത്തിടാതെ കല്ലേലോ. ഇത് പിടി, ഞാൻ വെച്ചോളാം. ഇനി ഞാൻ കൂട്ടിക്കോളാം. ഇത് പിടി, ഇളക്കണം. ഇളക്ക്, ഒഴിക്കല്ലേ, ഇളക്ക്. ഇപ്പൊ വെപ്രാളം കൂടുതലാണ്. അതൊക്കെ വൃത്തി ഉണ്ടാവോ ചൂട്. അത് ആദ്യം പശ താഴെ വെക്കുക, അത് മേത്തേക്കല്ലേ. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പശ പിടിച്ച സ്ഥലം കണ്ടോ. പശ പോകാണ്ട് നിന്നാ പോലെ. അതെ, പശ മേത്തിരുന്ന് കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ചു. വട്ടത്തിൽ ഇളക്കാം. മഴ വരുന്നുണ്ട്, അന്നേരത്തെ നമ്മൾ ഇളക്ക് കഴിയണേ. അതിൽ ഇളകില്ല പശ ഒഴിക്കാൻ. വട്ടത്തിൽ കറങ്ങിയിട്ട് ഒഴിക്കും. ഇപ്പൊ എവിടെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ഉള്ളിക്കൂടെ കണ്ടു. ഓക്കെ, എത്ര മില്ലി ഒഴിക്കാം? 100 മില്ലി. തവള അടിയുണ്ട്. ഇവിടെ പിടിപാട് ഉണ്ടോ? ഇളക്ക് നന്നായിട്ട് ഇളക്കി. ഞാൻ ഇളക്കണോ? ഞാൻ ഇളക്കി റൗണ്ട് കറങ്ങും. റൗണ്ട് കറക്കി വിടുന്നു. ഓടിക്കൊണ്ടേയിരിക്കും. അത് ഓടുമ്പോ തുളിച്ച് വെക്കാന്നേ. ഒഴിക്കാലോ, ഒന്ന് മിക്സാട്ടെ. മിക്കവാറും ഞങ്ങൾ തന്നെ അടിയിലെത്തി. ചേട്ടാക്ക് ഒരു വിചാരമുണ്ട്, ചേട്ടാ പറയുന്നത് മാത്രം ചെയ്യണം. എന്നെ കൂടെ നിന്റെ സൗകര്യത്തിൽ ചെയ്യും. മഴ പെയ്യുമ്പോ സമാധാനവും. മതി മതി, വേഗം ഒഴിച്ചോ. അത് ഇളകിയിട്ടൊന്നുമില്ല, നന്നായിട്ട് അങ്ങ് ഇളക്കി വിടും. എന്നിട്ട് തുരിച്ചെടുത്ത് ഒഴിക്കുക. അത് സ്വന്തം കൂട്ടുകയല്ല, അങ്ങ് കൂട്ട്. അത് എടുത്ത് പുറത്ത് വെക്കുക. കണ്ടോ, ആ ഇളക്കം അവിടെ നിന്നു. എന്നാലും ആ കറക്റ്റ് അങ്ങ് പൊക്കോളും. അതൊന്ന് ഇളക്കണോ ആടി? ഇത് അരിക്കണ്ടെന്ന് പറഞ്ഞു. അരിച്ചിട്ടാ കുഴപ്പമില്ല. കല്ല് കിടപ്പുണ്ട്. കല്ലല്ല, ഇഷ്ടം പോലെ ഇല ഇട്ടിട്ട് പറ്റിയത്. അത് വേഗം കട്ട പിടിക്കുക. എൻ്റെ തന്നെ കിടന്നത് ഇപ്പൊ തുരിച്ച് കുറവാകും. അപ്പൊ റെഡിയായില്ലേ കുമ്മായം കുറവുള്ളത്. ഞാൻ തൂക്കി കുറച്ചതല്ലേ. അത് അരിച്ചൊഴിക്കണം, അരിച്ചൊഴിക്കണം. ഞാൻ തുരിച്ച് അതിനകത്ത് ഇവള് ഞാൻ ഇന്നലെ ഇല ഇട്ടായിരുന്നു കേട്ടോ. ചുമ്മാ അല്ലേ ഇല വെക്കുക. ഇല എടുത്ത് കളയാത്തോണ്ട് തുരിച്ച് കട്ടായി. രാവിലെ ഇളക്കി കൊടുത്താൽ ഇന്നലെ അടിക്കാൻ കൊണ്ടുവന്ന് തുരിച്ചാ. അത് ഇന്നലെ അടിക്കാൻ മഴ കാരണം ഞങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല. മതി മതി മതി, അതെടുക്ക്. ഞാൻ ഇറക്കി കൊണ്ട് തുരിച്ചൊന്നും ആകില്ല. ഇപ്പം വെള്ളയുള്ള പാലിൻ്റെ കളർ നമ്മളിപ്പം നീല കളറാണ്. ഒഴിക്കല്ലേ ഒഴിക്കല്ലേ. കുറേ സാധനം ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ കാണിച്ചേ. ഇപ്പൊ പണി കിട്ടി. അയ്യോ, അൽപ്പിക്കണത്. അതെടുത്ത് കെട്ട്, അവിടെ കൊണ്ട് അൽപ്പിച്ചിട്ട് വരാം. നീ അത് അതിൻ്റെ ആക്ക്. ചേട്ടാ
വടിച്ചാൽ കിട്ടി. ദൈവമേ, കുഴിനകത്തിന് തുരിശമല്ല എന്നൊക്കെ പറഞ്ഞ് വാരി വെക്കുന്നുണ്ട്. എന്താവോ എനിക്ക് ഉത്തരവാദിത്വം. ഇല്ലേ ചേട്ടാ ഇല്ല എന്നോട് പറഞ്ഞാൽ വെച്ചോളാണ്. എന്താ ഞാൻ ഒന്നും അനുഭവിച്ചതാ. കാലും നീര് വെച്ച് ചാച്ചൻ്റെ അപ്പൻ്റെ മുമ്പിലേക്ക് എന്നിട്ട് ഓക്കി നടക്കും. അപ്പം കാണുമ്പോൾ എന്നെ തെറി. മര്യാദയ്ക്ക് നടന്ന പെണ്ണായിരുന്നു. അതിൻ്റെ കാല് മുട്ടിപ്പിച്ചപ്പോൾ അടക്കമായി. എന്നാൽ അപ്പനെ കാണുമ്പോൾ അനങ്ങാൻ നടക്കണ്ടേ. എന്ത് കഷ്ടമാണ്. ഇത്രയും തുരിശലത്തില്ല കേട്ടോ. ഞാൻ അത് ഇളക്കി വിടും. ഇത് എത്ര ഗ്രാം ഉണ്ടോ? 100 ഗ്രാമിൽ കൂടുതലുണ്ടോ? ഉണ്ടല്ലേ? 100 ഗ്രാം പറഞ്ഞു. അത് എത്ര ലിറ്റർ വെള്ളം? എത്ര ലിറ്റർ വെള്ളമുണ്ട്? അഡ്ജസ്റ്റ് ചെയ്യാമോ നോക്കട്ടെ. തോടെ തിരിച്ചുപിടി. കളർ കുറവുണ്ടല്ലേ തുരിശിൻ്റെ? നീലക്കറ എവിടെ വെള്ളം? മാർക്ക് എവിടെയാ? ഞാൻ 90 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളമുണ്ട്. തിരിച്ചു പോരാ. ഇടിച്ചു പൊട്ടിക്കുമോ? എന്തെങ്കിലും ചെയ്യണം. 1/2 മണിക്കൂർ എടുക്കും. ഇനി അത് ചൂടുവെള്ളം ഉണ്ടാ സുഖമായിരുന്നു. അതിലിട്ട് ഈ വരുത്ത് അങ്ങനെ അല്ല, നീ ഇങ്ങോട്ട് വന്നേ. എന്ന് പരിപാടി അവതരിപ്പിച്ചാൽ എന്തെങ്കിലും ഒരു പണി താണ് ഈ സമയം പോകുന്നത്. ഈ പരിപാടിക്ക് അറിയാൻ ഇച്ചിരി ശ്രദ്ധിക്കാതൊന്നും വേണം. ചിന്തകളാണോ ചേട്ടായി കുത്തിയിരുന്ന ചായ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അറിഞ്ഞില്ലായിരുന്നു. പാവം. അപ്പൊ 100 ഗ്രാമിന്റെ അടുത്തുണ്ടായിരുന്ന കേട്ടോ സാധനം. ലേപ്പിച്ച് തീർക്കാനാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അളവ് റെഡിയായി ഇല. അതാണ് പ്രശ്നം. ഇല ഇമാതിരി പണിയിരുന്ന് വിചാരിച്ചില്ല. ആ ഇലയുടെ അടിയിലുണ്ടായിരുന്നു. അതെ, എനിക്ക് ഷേവ് ചെയ്യാനും മുടി വെട്ടാനും ഒന്നും നേരം കിട്ടുന്നില്ല. എന്റെ എല്ലാ ഗ്ലാമറും പോയി. ഇനിയിപ്പോ എന്നാ ഈ ഗ്ലാമർ ഉണ്ടാക്കാൻ? പാവം സങ്കടപ്പെട്ടിരിക്കും കേട്ടോ. ഗ്ലാമർ പോയതിന്റെ സങ്കടം. ചാമ്പങ്ങ കഴിഞ്ഞല്ലേ? എടുത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. ഓടി മടുത്തു ഗൈസ്. ഈ പണി പരിപാടിക്ക് ഇറങ്ങിയാണല്ലോ കുഴപ്പം. ഓട്ടത്തിന്റെ ഒരു കയ്യൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റിനെ അവിടെ എവിടെയും പറ്റിക്കൂടി നിൽക്കും. പാവമാണെന്നു വിചാരിച്ചിട്ടാ നമ്മൾ ഈ ഓട്ടം ഓടുന്നത്. അല്ല, എന്നെ ഓടിച്ചില്ലാന്ന് തോന്നുന്നല്ലേ പറിച്ചു കിട്ടു കഴിഞ്ഞാല്. സ്വന്തമായിട്ട് എവിടെ ഓടി? ഇപ്പോഴും ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ. എവിടെ പോയാലും കൂടെ ഉള്ളത് ഇപ്പൊ നെയ്യാനാ കളയാൻ പറ്റിയല്ലോ. അതിനുമതി വരുന്നില്ല. ഈ തോട്ടം മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങോട്ട് ഓടോ നമ്മൾ അറിഞ്ഞാൽ നിങ്ങളൊക്കെ കെട്ടിയന്മാരിങ്ങനെയാണ്. ഈ കുറ്റം പറയാൻ വേണ്ടി മാത്രമേ വാങ്ങിക്കുള്ളൂ. എൻ്റെ സാധനം എങ്ങനെയാ? അതുകൊണ്ട് ചോദിച്ചാട്ടോ. നല്ലതൊന്നും പറയില്ല, എപ്പോഴും കുറ്റം മാത്രം. വട്ടം കറങ്ങിയാലോ? ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോ. കുറച്ച് പശ അവിടെ വെച്ചു. ആ പശയ്ക്ക് മറ്റേ പശേൻ്റെ അത്രയും കട്ടിയില്ല. ആന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റേ നല്ല നമ്മൾ കൊഴിക്കുമ്പോഴേ ഒരു പശപ്പുണ്ട്. പിന്നെ അത് കുറവാ. ഉണ്ടോ? കളറും കുറവുണ്ട്. എന്നാ സാമ്പിള് മോശമാണ്. സാമ്പിൾ സാധാരണ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അങ്ങനെ നേരെ തിരിച്ചാ സാധനം വെച്ചു, പശ വെച്ചു. ഇനി ഇളക്കിക്കോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാട്ടോ. അങ്ങോട്ട് ഇളങ്ങട്ടെ. ഇളകുന്നില്ലല്ലോ.
എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? പ്രശ്നമുണ്ട്. പശ വെച്ച് കുറവ് പിന്നെ എനിക്ക് തോന്നുന്നില്ല. മറ്റേ നല്ലോണം പതിയുന്നാണല്ലോ. ആക്കാൻ മതി. പശ 100 മില്ലി വെച്ചല്ലേ? പശയാ ഇത് മറ്റേ എത്ര മില്ലി ഉണ്ടെന്ന് നോക്കിയാ കുപ്പി. അതെ അപ്പുറത്തപ്പുറത്ത് ഇതാണോ? ഇത് പഴയതാ ആണോ? നോക്ക്. ഞാൻ വായിച്ചാൽ കാണിയല്ലേ? പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആരാദ്യം കാണുന്നതാണ്. 250 ml. മൊത്തം 250 ഉള്ളൂ. മതി. ഇന്നത്തെ നേരത്തെ എടുത്തല്ലേ നമ്മള്? പശ കുറവാ. പശ കുറവാ. 100 ml ഒഴിക്കേണ്ടടുത്ത് ഈ കളി കളിക്കാൻ പിന്നെ പശ ഉണ്ടാവും. ഇനി പതയലായിരിക്കും. ഒന്നായിക്കോട്ടെ, മതി നമുക്ക് അടിക്കാൻ. ഇനി പമ്പ് എവിടെ അതിനെക്കുറിച്ച് ഗ്രീസ് ഒഴിക്കണം ഞാൻ ഓർത്തായിരുന്നു. അത് ഓഫാക്കുക പിന്നെ പോയിട്ട് പിന്നെ എങ്ങനെ ലോഡാവുമെന്ന് പറ. അപ്പം ഞങ്ങൾ കലാപരിപാടി ആരംഭിക്കുക കേട്ടോ. എല്ലാം സെറ്റായിട്ടുണ്ട്. ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ അതെ മെഷീൻ്റെ പൈപ്പ് ഓണായിപ്പോയി. ഓഫാക്കത്. എന്താ പറയുക? നീ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ മടിയാ. അതങ്ങനെയാ പണ്ടേത്. എന്നിട്ട് അത് തന്നെ ചെയ്യുള്ളൂ താനും. പക്ഷെ ഫസ്റ്റ് ചെയ്യല. അപ്പം പിന്നെ എന്തോ കുറവാ. ഇതിനകത്ത് പച്ചവെള്ളം ഉണ്ട് പമ്പിൽ. ഞാൻ ഇന്നലെ പമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഫസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ ആ വെള്ളം അങ്ങ് പോകും. അത് കഴിയുമ്പോൾ എന്താവും? തുരിച്ച് അത് ഓണാക്കി വെച്ചേക്കോ. എപ്പോഴും പിന്നെ ഓണാക്കി വെച്ചേക്കോ. ഓണാക്കിയിട്ടേക്കോ. കണ്ടോ കരട് കയറിയുണ്ട്. കണ്ടോ? പോയി നോക്കി. ചെല്ല്. കരട് കയറി. എൻ്റെ അയ്യലാവും. വാ കാണിച്ചു തരാം കരടിനെ. മരുന്ന് നമ്മുടെ കൊക്കോയിൽ കൊക്കോ ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പഴുത്ത് വെപ്പുണ്ട് കേട്ടോ. എന്നെ പറിക്കൂന്ന് പറഞ്ഞാ? എന്നെ പറിക്കൂന്ന് പറഞ്ഞു. ഇവിടെ അണ്ണാൻ്റെ ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ. അതെ അണ്ണാൻ തിന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒറ്റ കൊക്ക നമുക്ക് കഴിയില്ല. ഉണ്ട് തുളച്ച് വെച്ചേക്കുന്നുണ്ടോ? ഇതാണ്. അതിൻ്റെ വെള്ളമുണ്ടോ? ഇത് കരട് കാണുന്നില്ലല്ലോ. വെള്ളമുണ്ടോ? വെള്ളമൊക്കെ ഉണ്ട്. അവിടെ പച്ചവെള്ളം ഉണ്ടോ? ഇതിന് ഓട്ട കാണുന്നില്ല. ഓട്ട അപ്പുറത്ത് അത് വെള്ളമല്ലേ? ഓട്ട കാണുന്നുണ്ടല്ലോ. അതിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും. ഇതിൻ്റെ അറ്റത്താണോ നോക്കിയോ? അപ്പം ഈ ജാതി കേട്ടോ. എൻ്റെ കായൊക്കെ ഏകദേശം പൊട്ടി തീർന്നപ്പോൾ പുഞ്ചക്കായ ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞ് കായ ഉണ്ടോ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഇതിന് ഉണക്കൊക്കെ നല്ലോണം ഏറ്റായിരുന്നു. എൻ്റെ മണ്ടയിലുള്ള കായൊക്കെ ഒരുപാട് പൊഴിഞ്ഞു പോയി കേട്ടോ. കറുത്ത് കിടക്കുന്നുണ്ടോ? വെള്ളം വരുന്നുണ്ടോ? കണ്ടോ? ഇത്ര ശക്തിയിൽ വരുന്ന സാധനം കണ്ടോ? കണ്ടോ? കണ്ടില്ല ഒന്നുകൂടെ കണ്ടോ? ഇത്ര ശക്തി വരുന്ന സാധനം ഈ കുഞ്ഞ് തൊളയക്കോടെ പോകുന്നു. അത് മാൻ പവറിൽ ഓടുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും, മരുന്നടിക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി.